വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവ്വസമാദരണീയരായ ഉസ്താദുമാർ, വിധികർത്താക്കൾ, എൻ്റെ ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങൾ, അതിപാവനമായ ചരിത്ര പാരമ്പര്യമുള്ള ഒരു മതത്തെയോ ആ മതത്തിലെ മതവിശ്വാസികളെയോ തീക്ഷ്ണമായ അധ്യാപനങ്ങളാൽ തള്ളിക്കളയുന്ന രാഷ്ട്രീയമാണ്. അത് പണ്ട് മുതൽക്കേ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അതിൻ്റെ അത്യുന്നതയിൽ നിന്നുകൊണ്ടുള്ള വളരെ അപകടകരമായ ഇന്നത്തെ അവസ്ഥയിൽ മലബാർ ഇസ്ലാമിക വീക്ഷണവും വിശദീകരണവും എന്ന പ്രസക്തമായ വിഷയത്തിൽ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, അജ്ഞതയും അന്ധതയും അരങ്ങുവായുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിലെ പ്രബുദ്ധ ഇസ്ലാമിനെതിരെ അരങ്ങുവായുന്ന ഫാസിസ്റ്റ് ഒളിയമ്പുകളെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം സ്വതന്ത്ര പോരാട്ടമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന മുസൽമാന്മാരെ മാത്രം ലക്ഷ്യം വെച്ച് വർഗീയതയുടെയും അസമത്വത്തിൻ്റെയും സന്തത സഹചാരികളുടെ ദുർഭരണത്തിനെതിരെ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതാന്തതയ്ക്ക് ഉത്തമോദാഹരണം അങ്ങ് 1992 ബാബരിയുടെ തങ്കത്താഴിക്കുടങ്ങൾ ചിട്ടുകൊട്ടാരം പോലെ തകർന്നെറിഞ്ഞപ്പോഴും സമാധാനത്തിന്റെ സൗഖ്യരാവുകൾക്കായി വിശ്വാസി ലക്ഷങ്ങളോട് ധർമ്മം കൊണ്ട് അധർമ്മത്തിനെതിരെ പോരാടാൻ കൽപ്പിച്ച സമാധാനത്തിന്റെ പേരാണ് ഈ പറഞ്ഞ മലബാർ. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ലെന്നും മലപ്പുറം ഒരു പ്രത്യേക രാജ്യം മാത്രമാണെന്നും വെച്ച് വിളമ്പുന്ന RSSന്റെ നർമ്മം കലർന്ന വിഷം ചീറ്റലുകൾക്ക് ഈ മണ്ണഞ്ഞമാണെന്ന് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങേ 1 നൂറ്റാണ്ടിലേക്ക് നോക്കൂ. അറബി വ്യാപാരികൾ മുഖേനയാണ് കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ നർമ്മണം അടിച്ചു വീശുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്കേ ചേരമാൻ പെരുമാളിന്റെ കഥകളിലൂടെ കടന്നു വരുന്ന ഇസ്ലാമിന്റെ വർത്തമാനങ്ങൾക്ക് സാധുതയേറുന്ന ചരിത്ര പ്രാബല്യമുണ്ട്. ശാന്തരും പരസ്നേഹികളുമായ വൈദേശികരായ അറബികളുടെ സ്വാധീനം കേരളത്തിലെ പലതായ തീരപ്രദേശങ്ങളിലെ യുവതികളുമായിട്ടുള്ള വിവാഹബന്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മലബാറിന്റെ സാംസ്കാരികതയുടെ സർവ്വസീമകളെയും കടത്തിവെട്ടുന്ന ആത്മീയ വ്യാപാര വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ വിജയഗാഥയാണ് പിൽക്കാലത്ത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയത്. ആഗോളതലത്തിൽ പോലും വിദ്യാകമ്പോളങ്ങൾ അരങ്ങ് തീർക്കുന്ന സാക്ഷരതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളക്കര അഹങ്കരിക്കുന്നുവെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും ഈ പറയുന്ന മാപ്പിളമാരുടെ മലബാറാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക ചരിത്രത്തിൽ പോലും അഭൂതപൂർവമായ മുന്നേറ്റം നടത്തിയ മാലമൗലിദുകൾ അടക്കമുള്ള മാപ്പിള സാഹിത്യവും സംസ്കൃത ചുവയുള്ള മലയാളത്തിനും വർഷങ്ങൾക്ക് മുമ്പേ മാപ്പിളയിത്താത്തമാർ അടുപ്പിൻ തിണ്ണകളിൽ പാടി നടന്ന അറബി മലയാള കാവ്യങ്ങളും ഈ പറയുന്ന മലബാറിന്റെ സംസ്കാരത്തെ തെളിയിക്കുന്നതാണ്. എനിക്കിനി ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ. 1000 ആണ്ടവരിവിടെ ഭരണം നടത്തിയാലും 1000 പേരെ അവരിവിടെ കൊന്നു തള്ളിയാലും അഗ്നിപുകയുന്ന അന്ധതയിലും അന്ധകാരം മൂളുന്ന നിശബ്ദതയിലും മലയാളത്തിന്റെ മണമുള്ള മലപ്പുറത്തെ തിരിച്ചു പിടിക്കാൻ, മലബാറിനെ തിരിച്ചു പിടിക്കാൻ നവസമൂഹം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അതിനാവട്ടെ നമ്മുടെ ഓരോ ചുവടുവെപ്പും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.